ഇന്നിവിടെ കാണാൻ കഴിയുന്നത് കസ്തൂരി രംഗനെ പറ്റിയുള്ള ഒരു ചർച്ചയും അതിനെപ്പറ്റിയുള്ള ഒരു അവലോകനവുമാണ്. എന്നാൽ എന്താണ് കസ്തൂരി രംഗൻ? ആരാണ് ഇത് കൊണ്ടുവന്നത്? എവിടെ നിന്ന് വന്നു? എന്തിനാണ് കസ്തൂരി രംഗൻ ഇവിടെ റിപ്പോർട്ട് ചെയ്തത്? എന്നാൽ ഇതെല്ലാം അജണ്ട 21 പ്രകാരം അമേരിക്കയുടെയാണെന്നാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന രഹസ്യം. എന്നാൽ ഇതിൽ മറ്റൊരു സത്യം കൂടിയുണ്ട്. അപ്പോൾ അമേരിക്ക പല പരീക്ഷണങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്നത് മറ്റു ദരിദ്ര രാഷ്ട്രങ്ങളെയും അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന പല രാഷ്ട്രങ്ങളെയുമാണ്. ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ത്യയിലും ഇവർ പല പല പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കണികാ സിദ്ധാന്തം കേരളത്തിൽ, അത് ഇടുക്കി ജില്ലയിൽ മുല്ലപ്പെരിയാറിനോട് തമിഴ്നാടും ചേർത്ത് അതിർത്തിയിലാണ് ഇതിന് പരീക്ഷ നടത്തിയിരിക്കുന്നത്. ഭൂമിക്കടിയിൽ പല പല സ്ഫോടനങ്ങൾ നടത്തുക. ഈ സ്ഫോടനങ്ങളിലൂടെ അവർ പല പരീക്ഷണങ്ങൾ നടത്തുക. ഓൾറെഡി നമ്മുടെ സർക്കാരോ മറ്റൊരാരോ ഇതിനെല്ലാം ഒത്താശ നൽകിയിരിക്കുന്നു. ഈ പരീക്ഷണങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്തു. കണികാ സിദ്ധാന്ത പരീക്ഷണം കേരളത്തിലും ഇടുക്കി ജില്ലയിലെ വിക്കിപീഡിയയിൽ തന്നെ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി. ആരാണ് ഇത് കൊണ്ടുവന്നത്? എവിടെ വരുന്നു? ഇതിന്റെ അതിർത്തിയായിട്ട് ഏത് സംസ്ഥാനങ്ങൾ കൂടിയാണ് ചെയ്യുന്നത്? എന്നാൽ ഈ ന്യൂസ് ഒന്നും പുറത്തു വിടരുതെന്ന് ഒരു പ്രത്യേക ഓർഡർ ഉണ്ടെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. പാറമട പട്ടിക്കാൻ പാടില്ലാത്ത ഈ ഏരിയകളിൽ എന്തിന് ഗവൺമെന്റ് ഇതിന് മണ്ണിന്റെ അടിയിൽ കൂടി ഈ പറയുന്ന കണികാ സിദ്ധാന്തത്തിന്റെ പരീക്ഷണത്തിന് അമേരിക്കയ്ക്ക് ഇവിടെ വിട്ടുകൊടുത്തിരിക്കുന്നു? നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുക. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പശ്ചിമഘട്ടം തുരന്ന് അമേരിക്കയുടെ കണികാ പരീക്ഷണശാല സജ്ജമാവുന്നു. പശ്ചിമഘട്ടങ്ങൾക്ക് നടുവിലൂടെ തുരങ്കം തീർക്കുന്ന പരീക്ഷണശാല പദ്ധതി ഇടുക്കി അണക്കെട്ടിനെ ദോഷകരമായി ബാധിക്കുമെന്നും കേരളത്തിൽ ദൂരവ്യാപകമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തിരക്കിട്ട നീക്കം നടക്കുന്നതിന് ഇടയിലാണ് പരീക്ഷണശാലയ്ക്കായി പശ്ചിമഘട്ടം തുറക്കുന്നത്. തമിഴ്നാട്ടിലെ തേവാരത്തിനടുത്ത് പൊട്ടിപ്പുറം ഗ്രാമത്തിൽ കണികാ പരീക്ഷണം സ്ഥാപിക്കുന്നതിന് 2010 ജൂണിലാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയത്. പരീക്ഷണശാലയ്ക്കായി തേനിയിൽ നിർമ്മിക്കുന്ന 2 കിലോമീറ്റർ ദൂരമുള്ള ഭൂഗർഭ ഗുഹ ഇടുക്കി ജില്ലയിലേക്ക് 3/4 കിലോമീറ്ററോളം നീളും. ഇത് അണക്കെട്ടുകളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഭൂചലനങ്ങൾക്കും അണുവികരണങ്ങൾക്കും കാരണമാകുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അടുത്ത കാലത്താണ് കേരളത്തിലെ ചതുരംഗപ്പാറ വരെ തുരങ്കം നീളുമെന്നാണ് കണക്കാക്കുന്നത്. ഈ ഭ്രംശമേഖലയിൽ താമസിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കോ കേരള സർക്കാരിനോ പദ്ധതിയെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ല. 3 വർഷത്തോളം 1 ലക്ഷം കിലോഗ്രാം ജെലാറ്റിൻ സ്റ്റിക്ക് ഉപയോഗിച്ച് 8 ലക്ഷം ടൺ പാറകളും മറ്റും നീക്കം ചെയ്യുന്നത് ഈ മേഖലയിൽ ഭൂകമ്പ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും പരീക്ഷണശാലയിൽ നിന്ന് അണുവികീർണമുണ്ടായാൽ അണക്കെട്ടിലെ വെള്ളം മുഴുവൻ തുറന്നുവിടേണ്ടി വരുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. അമ്പരൻകരട് എന്ന മലയ്ക്ക് മുകളിൽ 1.25 കിലോമീറ്റർ ആഴത്തിൽ ഭൂമിക്ക് അടിയിലാണ് ഗവേഷണ നിലയം ഒരുക്കുന്നത്. പൊട്ടിപ്പുറം വീരസ്വാമി ക്ഷേത്രത്തിന് സമീപത്തു നിന്നും പാറ തുരന്ന് 2 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന തുരങ്കത്തിനടുത്താണ് 1 കിലോമീറ്റർ വിസ്തൃതിയിൽ ഭൂഗർഭ നിലയം സ്ഥാപിക്കുക. ഉറപ്പുള്ള പാറയുടെ ഉള്ളിൽ നിർമ്മിക്കുന്ന പരീക്ഷണശാലയ്ക്ക് റോഡ്, വൈദ്യുതി വിതരണം എന്നിവയ്ക്ക് ആവശ്യമായ ജോലികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. തേനി ജില്ലയിലെ പൊട്ടിപ്പുറം ഗ്രാമത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യ ബേസ്ഡ് ന്യൂക്ലിനോ ഒബ്സർവേറ്ററി INO ലോകത്തെ 4ാമത്തെ വലിയ കണികാ പരീക്ഷണശാലയാകുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ NIO തദ്ദേശവാസികൾക്ക് പോലും കൃത്യമായ വിവരമില്ല. കേന്ദ്ര സർക്കാരിന്റെ കമ്പനി വരുന്നെന്ന് മാത്രമേ പൊട്ടിപ്പുറം നിവാസികൾക്ക് അറിയൂ. പരീക്ഷണവും പദ്ധതിയും സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ നൽകാൻ INO അധികൃതരും തമിഴ്നാട് സർക്കാരും തയ്യാറായിട്ടില്ല. പരീക്ഷണശാല സ്ഥാപിക്കുന്നതിനെ കുറിച്ച് തമിഴ്നാട്ടിലെ മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടെന്നും വാർത്ത നൽകരുതെന്നും മാധ്യമങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുപരിപാടികളുമായി സഹകരിക്കാത്ത മധുരയിലെ അമേരിക്കൻ കോളേജ് അധികൃതർ പദ്ധതി നടപ്പാക്കുന്നതിന് ചുക്കാൻ പിടിച്ചു രംഗത്തെത്തിയത് ദുരൂഹത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷണ പദ്ധതി എന്താണെന്ന് അറിയാതെ സ്ഥലം കണ്ടെത്താൻ സർവേ നടത്തുന്നതും പ്രദേശത്ത് എതിർപ്പിനിടയാക്കിയിരിക്കുന്നു. ഇതേ പരീക്ഷണം തന്നെ ഇന്തോനേഷ്യയിലും പരീക്ഷിച്ചതാണ്. ഇതൊന്നും സർക്കാർ കണ്ടില്ല എന്നാണ് നടിക്കുന്നത്. അവിടെ സ്ഥിരമായി അഗ്നിരോധ സ്ഫോടനം നടക്കുകയും ഭൂചലനം ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തുടർചലനങ്ങൾക്കെല്ലാം കാരണം ഈ പരീക്ഷണത്തിന്റെ ബാക്കി പത്രമാണെന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ 2 കണികകൾ കൂട്ടിയിടിച്ച് ഭൂചലനം വരെ അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. ഭൂചലനം, സുനാമി എന്നിവ കൃത്രിമമായി സൃഷ്ടിക്കുകയും നമ്മൾ അടുത്തിടയ്ക്ക് കണ്ടതുമാണ്. ഇതെല്ലാം ജനങ്ങളും ഓരോ സർക്കാരുകളും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം സ്വാഭാവികമായി ഉണ്ടാകുന്നു എന്നാണ്. എന്നാൽ ഇതെല്ലാം കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നതിൽ അമേരിക്ക പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തിലും കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലുണ്ടാകുന്ന വികിരണങ്ങൾ മാരകമായ ക്യാൻസറിനും ഭാവി തലമുറകളെയും വളരെയേറെ ബാധിക്കാവുന്ന ഒരു പരീക്ഷണമാണ്. ഇടുക്കി ജില്ലയെ ബാധിക്കുന്ന മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ധൃതിപ്പെട്ട് സർക്കാർ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ ഈ കണികാ പരീക്ഷണശാലയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് നമ്മുടെ രാജ്യം വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നതാണോ എന്നുള്ളതിൽ ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.